ഹലോ, ഗുഡ് മോർണിംഗ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെബി with a view to strengthening the capital market and to protect the interest of investors. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് എയിമാണുള്ളത്. സോ ടു സ്ട്രെങ്തനിങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക. ഈ രണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെബി വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇനി എന്താണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്? Book building method means selling securities to the investors at an acceptable price with the help of intermediaries. ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് സെക്യൂരിറ്റീസ് സെല്ലിംഗ് നടത്തുന്നതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടി സെക്യൂരിറ്റീസ് സെല്ലിംഗ് നടത്തുക. അതായത് ദാറ്റ് ഈസ് ദ കമ്പനി ഡസ് നോട്ട് ഫിക്സ് ദ പ്രൈസ് ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ വില കമ്പനി അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അത് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് എന്ത് ചെയ്യാം, ഷെയർ വാങ്ങിക്കാം. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ആ ഷെയറിന് നമ്മൾക്ക് ആ കമ്പനിയുടെ ഷെയർ എത്ര രൂപക്ക് വാങ്ങിക്കാൻ പറ്റും, അത് വാങ്ങിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പറയാം. അവിടെ ആ പ്രൈസിന്, നമ്മൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസിന് കമ്പനി ആ ഷെയർ തരാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷെയർ വാങ്ങിക്കാം. അത്തരത്തിൽ ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടി ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഷെയർ വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് ബുക്ക് ബിൽഡിങ്ങിലൂടെ കിട്ടുന്നത്. കമ്പനി ഡസ് നോട്ട് ഫിക്സ് ദ പ്രൈസ് ഓഫ് ഷെയർ. ഷെയറിൻ്റെ വില കമ്പനി അല്ല ഫിക്സ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരമായിട്ട് എന്താ ചെയ്യുന്നത്? സോ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിന് ഒരു അവസരം കൊടുക്കുകയാണ്. അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിലക്ക് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു 100 രൂപയുടെ ഷെയറാണ്, ഞങ്ങൾക്കത് 80 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നൊരു ഇൻവെസ്റ്റർ പറയുകയാണെങ്കിൽ, അയാൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസ് 80 രൂപയാണെങ്കിൽ കമ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഷെയർ സെല് ചെയ്യും. ഓക്കെ, അവിടെ സോ കമ്പനി ഡസ് നോട്ട് ഫിക്സ് ദ പ്രൈസ് ഓഫ് ഷെയർ. ഷെയറിൻ്റെ വില കമ്പനി ഫിക്സ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരമായി സോ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. സോ ടു പർച്ചേസ്, ഇവിടെ പറയുന്നത് ബിഡ് കളക്റ്റീവ്ലി എന്നാണ്. ബിഡ് കളക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങിക്കുക, 1-2 ഷെയർ ആയിട്ടല്ല, ബൾക്ക് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങിക്കുന്നതിനെയാണ് ബിഡ് കളക്റ്റീവ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഷെയറുകൾ ഒരുമിച്ച് നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് എന്തിൽ ചെയ്യുന്നത്, ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അഡ്വാൻറ്റേജസ്: ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ആൻഡ് ഈസി കളക്ഷൻ ഓഫ് ഫണ്ട്സ്. വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ക്വിക്കായിട്ടും ഈസി ആയിട്ടും ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് സെക്യൂരിറ്റീസ് വാങ്ങിക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ടും ഷെയർ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്വിക്ക് ആൻഡ് ഈസിലി കളക്ഷൻ ഓഫ് ഫണ്ട് ക്വിക്കായിട്ടും ഈസി ആയിട്ടും കളക്ട് ചെയ്യാം. സെക്കൻഡ്, ടു പ്രൊവൈഡ് എ
റിയൽ ആൻഡ് ഫെയർ പ്രൈസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള പ്രൈസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫെയർ ആയിട്ടുള്ള പ്രൈസിന്, അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ന്യായമായ ഒരു വിലക്ക്, റിയൽ ആയിട്ടുള്ളൊരു വിലക്ക് സാധനങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി സെയിൽസ് ചെയ്യാൻ സഹായിക്കുന്നു. തേർഡ്, ദർ ആർ ഓൺലി മിനിമം ചാൻസ് ഫോർ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഒരു പുതിയ കമ്പനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ പബ്ലിക്കിനകത്ത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ അണ്ടർ സബ്സ്ക്രിപ്ഷനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് സഹായിക്കും. ദർ ഈസ് ഓൺലി എ മിനിമം ചാൻസ് ആണ് എന്തിനുള്ളത്, ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾക്കുള്ള ചാൻസ് വളരെ കുറവാണ്. ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ലെസ്. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്. ഫിഫ്ത്ത്, ഇറ്റ് ഈസ് ഈസി ടു ഇവാലുവേറ്റ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ. ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ്. ഓക്കെ, ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് 5 അഡ്വാൻറ്റേജസ്. ഇനി അതിൻ്റെ ഒരു 3 ഡിസഡ്വാൻറ്റേജസും കൂടെ പറയുന്നുണ്ട്, നോക്കാം. ഡിസഡ്വാൻറ്റേജസ്: ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മെഗാ ഇഷ്യൂ ഓൺലി. ബിഡ് കളക്റ്റീവ്ലി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് പറഞ്ഞപ്പം. അതായത് ബൾക്ക് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്തുള്ളത്. അപ്പം മെഗാ ഇഷ്യൂ ഒള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പം വളരെ കുറച്ച് ഷെയറുകൾ മാത്രം വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഷെയർ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. ബൾക്ക് ക്വാണ്ടിറ്റി ഷെയർ മാത്രമേ ഇതിനകത്ത് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൺലി മെഗാ ഇഷ്യൂ ഓൺലി. ഓക്കെ, മെഗാ ഇഷ്യൂവിന് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. സെക്കൻഡ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ടു ബിഗ് ആൻഡ് സ്ട്രോങ് കമ്പനീസ്. ബിഗ് ആൻഡ് സ്ട്രോങ് കമ്പനീസിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമായിരിക്കും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ബിഗ് ആൻഡ് സ്ട്രോങ് കമ്പനീസ്. തേർഡ് പറയുന്നത്, ഇറ്റ് മെ നോട്ട് വർക്ക് വെരി ഇഫക്റ്റീവ്ലി ഇൻ ഇമ്മച്യൂർ മാർക്കറ്റ് കണ്ടീഷൻ. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനകത്ത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിനകത്ത് മാത്രമേ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഇത് പോസിബിൾ ആവാൻ സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നുള്ള ഹെഡിനകത്ത് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പം ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ളതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ചെറിയ തിയറി പാർട്ടാണിത്, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ഈസ് എ മെത്തേഡ് introduced by SEBI with a view to strengthening the capital market and to protect the interest of investors. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിനകത്ത് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു എന്താണ്, കമ്പനി ഡസ് നോട്ട് ഫിക്സ് ദ പ്രൈസസ്. കമ്പനി ഒരിക്കലും ഷെയറിൻ്റെ വില ഫിക്സ് ചെയ്യുന്നില്ല. സോ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ഷെയർ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കും. കാരണം ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിനായിരിക്കും ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ നടക്കുന്ന ഒരു മാർക്കറ്റിനകത്ത് ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഷെയർ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്ത് സെല്ലിംഗ് സെക്യൂരിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സ് അറ്റ് ആൻ ആക്സെപ്റ്റബിൾ പ്രൈസ്. ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഷെയർ വാങ്ങിക്കാനുള്ള ഒരവസരം കിട്ടുന്നു ത്രൂ ദ ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസ് മുഖേനയാണ് ഷെയർ വിൽപ്പന നടത്തുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡിനകത്ത് നമുക്ക് പറയാനുള്ളൂ, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. താങ്ക് യു.